ഇവരുടെ പാർട്ണറായിട്ട് ഞങ്ങൾ ഇവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നു. ഇവരൊരു ആപ്ലിക്കേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്തു. ഇവര് ബിസിനസ് കുറയുമ്പോൾ ഇവര് ബിസിനസ് ഞങ്ങളുടെ ഞങ്ങൾക്ക് നഷ്ടം വരുത്തിയിട്ടാണ് ഇവര് ബിസിനസ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ വെറുതെ ഊബർ ആരെങ്കിലും ബുക്കിംഗ് ആപ്പ് എടുത്ത് നോക്കൂ. ഇവിടെ നിന്ന് 1000 മേലുള്ള ഒരു ദൂര ട്രിപ്പുകൾക്ക് അവരുടെ കമ്മീഷൻ അവർ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. നമുക്ക് വരുമാനം വേണ്ടേ? ഞങ്ങൾക്ക് ഇവർ ഈ കമ്പനിയിൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്ന വെച്ചാൽ ഒരു കസ്റ്റമർ ബില്ല് വന്ന് ആ കസ്റ്റമർ നാലായിട്ട് ഞങ്ങൾ തിരിക്കണം. ഒന്ന് ഞങ്ങളുടെ വേതനം, വാഹനത്തിന് മെയിൻ്റെനൻസ് ഉള്ള കോസ്റ്റ്, ഇവർക്കുള്ള കമ്മീഷൻ, ഗവൺമെന്റിനുള്ള ടാക്സ്. ഞങ്ങൾ എങ്ങനെ ജീവിച്ചു? ഒരു കിലോമീറ്റർ വരുന്നത് 12 രൂപയൊക്കെയാണ് ഇപ്പൊ തരുന്നത്. എങ്ങനെ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് കിലോമീറ്റർ പോകണമെങ്കിൽ മിനിമം 10 രൂപയെങ്കിലും മിനിമം വേണം. അതിപ്പോ ഈ അവസ്ഥയിൽ ഇപ്പൊ യുദ്ധമൊക്കെ വന്ന സമയത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ചെന്ന് ചോദിച്ചു ഇവരുടെ സമയം ഇങ്ങനെയാണ്. വാതിൽ പൂട്ട, ഷട്ടർ അടക്കുക, നമ്മളെ എന്തോ അപ്പൊ ഞങ്ങൾ തൊഴിലാളികളെ പോലെയാണ്. നമ്മൾ പുറത്താക്കാൻ നോക്കുന്നു, ഞങ്ങൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. നമുക്ക് ചോദിക്കാൻ പറയുന്നില്ല. ഇവിടെ ഗവൺമെന്റിനോട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കറിയില്ല അതിനെ കുറിച്ച്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർക്കറിയില്ല. ഇന്നോ ഇന്നലെ ഒന്നും അല്ല, ഇതിനു മുമ്പും ഇവരോട് ഈ പ്രശ്നം ചോദിച്ച് ഇവിടെ പല ഡ്രൈവേഴ്സും വന്ന് കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവരോട് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞോട്ടോ, ഇവര് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവര് ഹയർ ഓഫീസിലേക്ക് മെയിൽ അയക്കാം, മെയിൽ അയച്ചിട്ട് അതിനനുസരിച്ച് റിപ്ലൈ നിങ്ങൾക്ക് എല്ലാവർക്കും തരാന്ന്. ഇത്ര വർഷമായിട്ട് ഇവര് മെയിൽ അയക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും നോക്കിക്കോ. കിലോമീറ്ററിന് 361 രൂപ. ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്നത് 140 രൂപ 130 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടാ. കസ്റ്റമർക്ക് ഇതിന് മേലെ ഫെയർ വരും, ഇതിൽ ടാക്സ് കൂടും, ഈ പറഞ്ഞ ഇവരുടെ കമ്മീഷൻ കൂടും. ഞങ്ങൾക്ക് കിട്ടുന്ന ഫെയറാണ് കാണിക്കുന്നത്. ഇതിപ്പോ ഇന്നിങ്ങനെ കസ്റ്റമർ ഇത് കൊടുത്ത് ഓടാൻ തയ്യാറാണ്, ആവശ്യക്കാരുണ്ട്. പക്ഷെ ഇവർ കോമ്പറ്റീഷൻ, ഇവർ ബിസിനസ് ലാഭിച്ചിട്ട് ഇവർ കമ്മീഷൻ കുറയുന്നില്ല. ഞങ്ങളുടെ വരുമാനം ഈ കിലോമീറ്റർ 20 മേലെ ഉണ്ടായിരുന്നത് ഇപ്പൊ വെറും 12 രൂപയായി. നിങ്ങൾ ചിന്തിച്ചൊക്കെ മതി. ബുക്ക് നിങ്ങളൊരു വണ്ടി എടുത്തോടെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതുകൊണ്ടോ ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ യുദ്ധത്തിനകത്ത് വില കൂടി, ഡീസലിനൊപ്പം എത്തിക്കണം. അതും കൂടി പോരാഞ്ഞിട്ട് ഈ പറയുന്ന 2 വീലേഴ്സിന് അവര് ഇത് കൊടുക്കുമ്പോ എന്നെ പ്രശ്നം ലീഗലല്ല. മെയിൻ്റെനൻസ് പോലും കറക്റ്റ് അല്ലാത്ത ഈ പറയുന്ന വാഹനങ്ങളാണ്, ഈ ഫിറ്റ്നസ് പോലും നല്ല രീതിക്ക് ഇല്ലാത്ത വാഹനങ്ങളാണ് ഇവർ അറ്റാച്ച് ചെയ്തത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കും, ഈ ബാംഗ്ലൂർ വെച്ചിട്ട് റാപ്പിഡ് ബൈക്കിൽ പോയി ഒരു സ്ത്രീക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. അതിൽ ഇഷ്യൂസ് ഒന്നുണ്ട്. ഇവരെല്ലാം കൈമറത്തും. സേഫ്റ്റി ഇല്ല. ബൈക്കിന് എന്താ സേഫ്റ്റി ഉള്ളത്? ടാക്സി ഗവൺമെന്റിന് ഇവിടെ ഞങ്ങൾ ടാക്സ് അടച്ച് ഈ പറഞ്ഞ ടാക്സി പെർമിറ്റ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാ. ബൈക്കിന് ഒരു സേഫ്റ്റി ഇല്ല. ബൈക്കിന് പെർമിറ്റ് കൊടുത്തങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ വല്ല കൊടുത്തു വിടാണ്. ഒരു സേഫ്റ്റി ഇല്ല. ഫെയർ ഓരോ മാസം കുറഞ്ഞ് ഒരു ഡ്രൈവർക്ക് 9 രൂപയിൽ മേലെ ഒരു വണ്ടി റൺ ചെയ്യുന്നതിനാവും. നമുക്ക് കിട്ടുന്ന 11 രൂപ 12 രൂപയാണ്. ഇവർ ടോട്ടൽ കോസ്റ്റ് നോക്കിയിട്ട് ഒരു മാസം നിങ്ങൾ സഫർ ചെയ്ത് ഓടൂ. എല്ലാവർക്കും ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് നമുക്ക് ജീവിക്കാം. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ചെലവുകൾ, ദൈനംദിന ചെലവുകൾ, എല്ലാ സാധനത്തിനും പൈസ കൂടി. CNG, പെട്രോൾ, ഡീസൽ എല്ലാം കൂടി. പക്ഷെ ഈ ഊബറിന്റെ റേറ്റിൽ, പ്രത്യേകിച്ച് ഊബറിന്റെ റേറ്റിൽ പൈസ കുറയുന്നതല്ലാതെ കൂടുന്നില്ല. ഇവര് മറ്റുള്ള കമ്പനിയായിട്ട് മത്സരിക്കുന്നു, റേറ്റ് കുറയ്ക്കുന്നു. കസ്റ്റമറെ നിലനിർത്തണം. കസ്റ്റമർ അല്ല കാർ മേടിച്ചാണ്, കമ്പനി അല്ല കാർ മേടിച്ചാണ്. ഈ നിൽക്കുന്ന ഓരോ ഡ്രൈവർമാർ ആരും ഉറങ്ങിയിട്ടില്ല, ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. എല്ലാവർക്കും കടബാധ്യതയാണ്, ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവരും ഏറ്റെടുക്കണം. എല്ലാ തലങ്ങളിലേക്ക് എത്തണം. ഉദ്യോഗസ്ഥന്മാരത് ഏറ്റെടുക്കണം. ഇവരുടെ കൊള്ള അവസാനിപ്പിക്കണം. കോടിക്കണക്കിന് രൂപയാണ് കൊള്ളടിച്ചു കൊണ്ടുപോകുന്നത്, ടാക്സും മറ്റ് കമ്മീഷനും. ഒരു 5 കിലോമീറ്റർ ഓടി ചെന്നതിന് ശേഷം ക്യാൻസലേഷൻ ഫീസ് 30 രൂപ കസ്റ്റമറിൽ നിന്ന് മേടിച്ചാൽ അതിന്റെ പകുതിയെ തരുള്ളൂ. വണ്ടി ഓടിയത് നമ്മളാണ്, കസ്റ്റമറാണ് ക്യാൻസൽ ചെയ്തത്. അപ്പോഴും അതിന്റെ പകുതിയെ നമുക്ക് തരുള്ളൂ. ആ രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. ഇവരോട് ഒറ്റയടയ്ക്ക് 1000 10,000 ഒന്നും കൂട്ടാൻ നമ്മളിവിടെ അവരോട് പറയുന്നില്ല. നമ്മളിവരെ ഉപദ്രവിക്കുന്നില്ല. നമ്മളിവരോട് മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവരോട് നമ്മൾ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പല ഡ്രൈവർമാരും ഇതേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവരോട് സംസാരിക്കും. ഇവർ നമുക്ക് തരുന്ന റിപ്ലൈ ഞങ്ങൾ ഹയർ ഓഫീസിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ പിന്നെ ഇവിടെ മാർക്കറ്റിംഗ് ഓഫീസറും മാർക്കറ്റിംഗ് മാനേജറുമായിട്ട് ഇവർ അത് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കുള്ള ഫെയർ ഇവർ തരത്തില്ലേ? ഇവരത് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി വന്നത്. ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഗതികേടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കൊണ്ട് തന്നെയാണ്. ഇവരോടിപ്പം പറഞ്ഞു നിങ്ങൾ ആ മെയിൽ അയച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പം എന്നോട് ചോദിക്കുക താൻ ആരാ അത് ചോദിക്കാമെന്ന്. ഈ വണ്ടി ഇവരുടെ കമ്പനിയിൽ ഇവരുടെ ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി ഓടുന്ന ഒരു സാധാ ഡ്രൈവറാണ് ഞാനല്ലാണ്ട് പിന്നെ എന്നോട് ആര് ചോദിക്കും? ഞാനാ വണ്ടി ഓടുന്നത്. എൻ്റെ വീട്ടിലുള്ള അപ്പൻ എന്നോട് ഈ ഓടിയൻ്റെ കാശേ ചോദിക്കത്തുള്ളൂ. ബാക്കി എനിക്ക് തരാത്തതിൻ്റെ ഫെയർ ഞാനാ ചോദിക്കുന്നത്. അത് എൻ്റെ അവകാശമാണ് കമ്പനിയോട് ചോദിക്കേണ്ടത്. അതിനുള്ള ആൻസർ പുള്ളി തരുന്ന ആരാണ് എന്താണ് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? വണ്ടി അറ്റാച്ച് ചെയ്ത് കൊച്ചിയിൽ ഈ ഓഫീസിൽ നിന്ന് വണ്ടി അറ്റാച്ച് ചെയ്യുന്നത്, സ്കൂട്ടർ, കാർ എല്ലാം അറ്റാച്ച് ചെയ്യുന്നതാണ്. ഈ സിറ്റിയിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ 25% ഓട്ടോറിക്ഷ സിറ്റിയിൽ കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബൈക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാർ 60% കൂടുതൽ കാർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റിയിൽ ഉൾക്കൊള്ളാവുന്ന ഒരു 10,000 കാറായിരിക്കും. പക്ഷെ 30,000 കാർ ഈ സിറ്റിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ഡ്രൈവേഴ്സ് 19,000 പേരോടുണ്ട്. ഇന്നലെ പണി മുടക്കുന്നു, ഇന്ന് പണി മുടക്കുന്നു. അതുകൊണ്ട് മാത്രം പ്രൈസിൽ ഹൈക്ക് വരുന്നു. അത് അവർ പറയുന്നത് സർജാണ്. നോർമൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പ്രൈസ് കുറയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രൈക്ക് കൂട്ടിയ കമ്പനിക്ക് നാളെ സ്ട്രൈക്ക്
സ്ട്രൈക്ക് കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? പ്രൈസ് കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയോടല്ല, കസ്റ്റമറെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. ഒരു കസ്റ്റമറെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഒരു പാസഞ്ചറെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമ്മളൊരു വണ്ടി നടയുന്നില്ല, ആരും ആഹ്വാനം ചെയ്തിട്ടില്ല, നമുക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. പക്ഷേ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ ഓഫ്ലൈനിൽ പോയിരിക്കുകയാണ് എല്ലാ ഡ്രൈവേഴ്സും. നമ്മുടെ വാഹനം നമ്മൾ സഫർ ചെയ്ത് എടുത്ത് കമ്പനിക്ക് വേണ്ടി ഓടി ഇന്ധനം അടിച്ചും നെറ്റ് ചാർജ് ചെയ്തും നമ്മുടെയൊക്കെ ജീവിതം ഇതിനകത്ത് വഴിമുട്ടി. ഓരോ ഡ്രൈവർമാർ ആത്മഹത്യയുടെ വക്കിലാണ്. അധികാരികൾ കാണുന്നില്ല, കാലാകാലം മാറി വരുന്ന അധികാരികൾ ഇത് കാണുന്നില്ല. സർക്കാർ മാറും, പക്ഷെ അധികാരികൾ ഓഫീസേഴ്സ് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് ആരും മൈൻഡ് ചെയ്യേണ്ടതെന്ന്. സർക്കാർ മാറി മാറി വരും, ഈ അധികാരികൾ ഇത് കാണുന്നില്ല. ഇപ്പൊ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ വിളിക്കും, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, വൈകുന്നേരം വരെ അവിടെ ഇരുത്തും, ഇവർ വന്ന് സംസാരിക്കും, ഞങ്ങൾ ജാമ്യം എടുത്ത് പോകണം. എല്ലാ തവണ ഇത് തന്നെയാണ് പരിപാടി, ഇത് തന്നെയാണ് പരിപാടി. ഇത് 11ാമത്തെ തവണ ഈ ഓഫീസിൽ ഞാൻ വരുന്നത്, ഇത് തന്നെയാണ് പരിപാടി. എല്ലാ രാജ്യങ്ങളിലും, അമേരിക്ക വെച്ച് മുഴുവൻ രാജ്യങ്ങളിലും കമ്പനിയുടെ കമ്മീഷൻ എന്ന് പറയുന്നത് ഡ്രൈവറുടെ കയ്യിൽ നിന്നാണ് കമ്പനിയുടെ കമ്മീഷൻ എടുക്കുന്നത്. അമേരിക്കയിൽ മാത്രം ടാക്സി കോ സിസ്റ്റമാണ്. അവിടെ 8 ടാക്സി കമ്പനി ഉണ്ട്, അവിടെ കറക്റ്റ് റേറ്റ് ആണ്. ബാക്കി മുഴുവൻ രാജ്യങ്ങളിലും ഡ്രൈവറുടെ കയ്യിൽ നിന്ന് സഫർ ചെയ്തിട്ട് വേണം കസ്റ്റമർക്ക് ഓഫർ കൊടുക്കാൻ. ഈ വണ്ടി വിളിക്കുന്ന കസ്റ്റമർ ഞാനായാൽ പോലും എൻ്റെ ആവശ്യമാണ് വിളിക്കുന്നത്, പക്ഷെ ഞാൻ ഓടി ചെല്ലേണ്ട എൻ്റെ ഗതികേടാണ്. ഞാൻ അയാളുടെ അടുത്ത് നിന്ന് പിക്ക് ചെയ്തു, അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ, വണ്ടി കുഴി ചാടാൻ പാടില്ല, വെട്ടിക്കാൻ പാടില്ല, വണ്ടിയിൽ റേഡിയോ വയ്ക്കാൻ പാടില്ല, വണ്ടിയിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, വണ്ടിയിൽ ഒമിറ്റ് ചെയ്യുന്നു, വണ്ടിയിൽ പൊടി കയറുന്നു, എല്ലാ കംപ്ലൈൻറ്റും. നെക്സ്റ്റ് പാസഞ്ചർ വരുമ്പോൾ ഫുഡ് കഴിക്കില്ല, നെക്സ്റ്റ് പാസഞ്ചർ വരുമ്പോൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. എത്ര സുഹൃത്തുക്കൾ ഇന്ന് തന്നെ അക്കൗണ്ട് ബ്ലോക്കായിട്ട് താഴെ വന്നിട്ടുണ്ട്. ഇവർ മൈൻഡ് ചെയ്യുന്നില്ല, ഇവർ പറഞ്ഞാൽ അത് കമ്പനിയുടെ ബാധ്യതയല്ല എന്നാണ്. അക്കൗണ്ട് ബ്ലോക്കായ ഡ്രൈവറിന് ഈ വാഹനം വെറുതെയായി. ഈ വാഗനർ മാരുതി ചെറിയ ചെറിയ കാറുകൾ ഇനി ഒരു സ്റ്റാൻഡിലോ ഒരു സ്ഥലത്ത് പോയി കിടന്ന് ഓടാൻ കഴിയില്ല. അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വെറുപ്പിച്ച ആൾക്കാരാണ് പുതിയ പുതിയ കമ്പനികൾ ഉണ്ടാക്കി ഇവിടെ ഒന്ന് ലോഞ്ച് ചെയ്യുന്നത്. ഈ ഊബറിന്റെ ഇന്റർനാഷണൽ ലോകൾ കണ്ടിട്ട് ഇവിടെ അവരുടെ റിമാർക്കുകൾ വന്ന് കംപ്ലൈന്റ് ആകുമ്പോൾ റാപ്പിഡോമാരും മറ്റുള്ള കമ്പനികൾ ഇവിടെ ഒന്ന് ലോഞ്ച് ചെയ്യും. കാരണം എന്താ, ഈ ഊബർ കമ്പനി ഇന്റർനാഷണൽ ലോ വെച്ചിരിക്കും, മറ്റൊരു ഇന്ത്യയിലെ ലോ മാത്രമേ ഇരിക്കുന്നത്. അവർക്കത് ബാധകമല്ല. ഓലയുണ്ട്, റാപ്പിഡോ ഉണ്ട്, കേരള സവാരി ഉണ്ട്, പിഗ്മി ഉണ്ട്, ഒത്തിരി കമ്പനികളുണ്ട്. ഇവിടുന്ന് വെറുപ്പിച്ച ഡ്രൈവർമാരെ, ഇവിടുന്ന് വെറുപ്പിച്ച കസ്റ്റമറാണ് അവരുടെ ആവശ്യം. കാരണം ഇവരിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഇത്ര ഡ്രൈവർമാരെ വെറുപ്പിച്ച് നാളെ ഇതിന്റെ ഇരട്ടി ആൾക്കാരെ വെറുപ്പിക്കും, ID ബ്ലോക്ക് ചെയ്യും, അവരെന്ത് ചെയ്യും, മറ്റു ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ ഇവർക്ക് അവരായിട്ട് ചേസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇവർ റേറ്റ് കുറയ്ക്കും. ഇതാണ് ഒരു ആവശ്യം. ഇവിടെ പ്രശ്നത്തിന് വന്നതല്ല, ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നു. 2 ദിവസമായി കേരളക്കാരമായ നടപടിയാണ്. ഇവര് ഷട്ടർ അടച്ചു, ഞങ്ങൾ കയറിയിട്ടില്ല, ഒന്നും സംസാരിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ മാന്യമായിട്ട് നിൽക്കുന്നത്, ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കുന്നില്ല. ഞങ്ങളല്ല 10-10,000 തൊഴിലാളികളുടെ ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്നുണ്ട് കൊച്ചിയിൽ. കിലോമീറ്റർ സർക്കാർ നിരക്ക് 18 രൂപ നിശ്ചയിച്ചിരിക്കുന്നത്, ഇവർ തരുന്നത് 12 രൂപയാണ്. മിനിമം ചാർജ് 200 രൂപയാണ് 5 കിലോമീറ്ററിന്. ഇവർ തരുന്നത് 100 രൂപ 90 രൂപയൊക്കെ ഞങ്ങൾക്ക് തരുന്നത്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല തൊഴിലാളികൾക്ക്. രണ്ട് ദിവസമായിട്ട് ഇവിടെ തൊഴിലാളികൾ പട്ടിണി കിടക്കുകയാണ്. ഇന്ന് 21-ാം തീയതി 22-ാം തീയതി 8 ദിവസം കഴിഞ്ഞ വണ്ടിയുടെ CC ആണ് വാഹനങ്ങളുടെ. ഇവർ എന്ത് ചെയ്യും? ഒരു എക്സൽ കാറ്റഗറി, സെഡാൻ കാറ്റഗറി, ഹാച്ച് ബാക്ക് കാറ്റഗറി, 4 കാറ്റഗറി ഇവർക്കുള്ളത്. ഈ എക്സൽ കാറ്റഗറി 13 ലക്ഷം രൂപ വണ്ടിയുടെ വില. ആ വണ്ടിക്ക് കിട്ടുന്ന റേറ്റ് കണ്ട് നിങ്ങളുടെ ബുക്കിംഗ് ആപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇപ്പൊ 2 ദിവസം സമരം നടക്കുമ്പോൾ ഇവർക്ക് 10 ഇരട്ടി ചാർജിന് ഇവർ ചാർജ് ചെയ്യുന്നത്. ഓരോ റൈഡിനും ചാർജ് തെളിവ് സഹിതം ഞങ്ങൾ കാണിച്ചു തരാം. ഓരോ റൈഡിനും 100 രൂപ വാങ്ങിക്കുന്നിടത്ത് 500 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മാന്യമായ വേതനം, ഒരു തൊഴിൽ സുരക്ഷ, ഇതൊന്നും ഇവിടെ ഇവർ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന യൂബറിന്റെ ഭാഗത്തു നിന്നാണ്. മറ്റുള്ള കമ്പനികളൊക്കെ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സമരത്തിന്റെ ഭാഗമായിട്ട് ചർച്ചക്ക് വിളിച്ചിട്ടുണ്ട്, ഡിമാൻഡ് അംഗീകരിക്കുന്നുണ്ട് അവർ. പക്ഷെ ഊബറിന്റെ ഭാഗത്തു നിന്ന് മാത്രം ഒരു നടപടിയില്ല, ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി വന്നിരിക്കുന്നത്. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, പക്ഷെ ഒരു നിവൃത്തിയില്ല. ആത്മഹത്യയുടെ വക്കീലാണ്. വണ്ടി കേട്ടിട്ട് ടാക്സി വാഹനങ്ങൾക്ക് എല്ലാ ദിവസവും ഫിറ്റ്നസ് നടത്തണം. മിക്ക ആളുകളുടെ ഫിറ്റ്നസ് ആയിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 50,000 രൂപ ചിലവ് ഒരു ഡ്രൈവർക്ക്. ഇൻഷുറൻസ്, വണ്ടിയുടെ ടാക്സ്, ടയർ, ടാക്സ്, GPS എന്നീ വേണ്ട സകലമാന സാധനങ്ങളും ചെയ്യണം. GPS ഒരു കാര്യമില്ല, 5,500 6,000 രൂപയാണ് 2 വർഷം റീചാർജ് ചെയ്യാൻ വാങ്ങിക്കുന്നത്. ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല ഈ ടാക്സി ഡ്രൈവേഴ്സിന്. അതുപോലെ തന്നെ 4 ടയർ വാങ്ങിക്കണമെങ്കിൽ സാധാരണ ഒരു വണ്ടി ടയർ 20,000 രൂപ വരും. ഒരു 4 ടയർ വാങ്ങിക്കണമെന്നില്ല. ഇനി ടെസ്റ്റ് നടത്തണമെങ്കിൽ പെയിന്റ് ചെയ്യണം, അതിന്റെ ക്ലിയറൻസ് എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം. 25,000 രൂപ വരെ ഇൻഷുറൻസ് തന്നെ വരും. അപ്പൊ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. ഓൺലൈൻ ടാക്സി തൊഴിൽ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ അതിന്റെ ഒരു നിവൃത്തി ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. 2 ദിവസമായിട്ട് ഇവരുടെ ഭാഗത്ത് യാതൊരു റിപ്ലൈയും ഇല്ല.